ന്യൂഡൽഹി എന്ന് പറയുന്ന സിനിമ അന്ന് രജനീകാന്ത് ഉൾപ്പെടെയുള്ള ഒരുപാട് നടന്മാർ അത് റീമേക്ക് ചെയ്യാൻ വേണ്ടി ആ തിരക്കഥ വാങ്ങിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. 4 സൗത്ത് ഇന്ത്യൻ ഭാഷകളിലേക്ക് ഈ സിനിമ അന്ന് റീമേക്ക് ചെയ്യപ്പെട്ടു. മണിരത്നം എന്ന് പറയുന്ന ഡയറക്ടറിന്റെ പ്രിയപ്പെട്ട സിനിമകളിൽ ഒന്നാണ് ന്യൂഡൽഹി എന്ന് പറയുന്നത്. അന്ന് ആ സിനിമ 4 ഭാഷകളിലേക്ക് പോയപ്പോഴും അതിലെ ഹീറോ മാറി, ഹീറോയിൻ മാറി, പലരും ഒക്കെ മാറിയെങ്കിലും അതിൽ മാറാതെ നിന്ന ചില ആളുകളുണ്ട്. ദേവേട്ടൻ 4 ഭാഷയിലുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ഇല്ല, 4 ഭാഷയിലുണ്ട്. അതുപോലെ തന്നെ 4 ഭാഷയിലും അഭിനയിച്ച മറ്റൊരു അഭിനേതാവ്, നടൻ മാത്രമല്ല, ഡെന്നിസ് ജോസഫ് സാറിന്റെ 18 സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു അഭിനേതാവ്, വലിയ ആത്മസൗഹൃദം കാത്തു സൂക്ഷിച്ചിട്ടുള്ള ഒരു അഭിനേതാവ്, മലയാള സിനിമയിൽ എത്രയോ ദശകങ്ങളായി ഒഴിച്ചുകൂടാനാവാതെ അനവധി കഥാപാത്രങ്ങൾ ചെയ്ത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന അഭിനേതാവ്, സ്നേഹപൂർവ്വം ഓർമ്മയിലെന്നും ഡെന്നിസ് ജോസഫ് എന്ന ഈ പരമ്പരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട മോഹൻ ജോസേട്ടൻ. ഞങ്ങളിങ്ങനെ ഡെന്നിസ് ജോസഫ് സാറിന്റെ ഓർമ്മകളിലൂടെയുള്ള യാത്രകൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വിൻസെന്റ് ഗോമസിന്റെ പ്രിയപ്പെട്ട കിങ്കരന്മാരിൽ ഒരാളായിട്ടുള്ള പീറ്റർ എന്ന് പറയുന്ന കഥാപാത്രം മുതൽ 18 സിനിമകൾ ന്യൂഡൽഹിയുടെ 4 ഭാഷകളിലും മോഹൻ ജോസേട്ടനുണ്ട്. ഈ രാജാവിന്റെ മകൻ ഇറങ്ങുന്ന സമയത്ത് തന്നെ 1000 കണ്ണുകൾ എന്ന് പറയുന്ന ജോഷി സാറിന്റെ സിനിമയുണ്ട്. അതിനകത്തും മോഹൻ ജോസേട്ടനുണ്ട്. ഏതാണ്ട് ഒരു 1980കളുടെ പകുതി തൊട്ട് ഉള്ള ഒരു ദൃഢ സൗഹൃദം ഉണ്ട് ഡെന്നിസ് ജോസഫ് സാറുമായിട്ട്. പറയൂ, ഡെന്നിസ് ജോസഫ് സാറിന്റെ ഒരു സൗഹൃദത്തിന്റെ കഥകൾ. ഡെന്നിസിനെ ഞാൻ പരിചയപ്പെടുന്നത് രാജാവിൻ്റെ മകനിലാണ്. അപ്പം അതിൽ വർക്ക് ചെയ്യാനായിട്ടുണ്ടായിരുന്ന സാഹചര്യം എന്ന് പറയുന്നത്, ഈ വിൻസെന്റ് ഗോമസിന് അദ്ദേഹത്തിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിട്ട് ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവർ ആ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് അന്നത്തെ പ്രശസ്തരായ 2 നടന്മാരെ സമീപിച്ചു. അപ്പോൾ അവർക്ക് ഈ അസിസ്റ്റൻ്റായിട്ട് ചെയ്യാനായിട്ടുള്ള താല്പര്യമില്ല. അങ്ങനെ വന്നപ്പോൾ ഡെന്നിസും ഒക്കെ കൂടി ആലോചിച്ചു, എങ്കിൽ നമുക്ക് 2 പേരെ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടാണ് ഞാനും സുരേഷ് ഗോപിയും ആ ക്യാരക്ടർ ചെയ്യുന്നത്. അതെ. അപ്പം അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഡെന്നിസിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഓർമ്മയെന്ന് പറയുന്നത്, വളരെ സൗമ്യനായ ഒരു മനുഷ്യനായിരുന്നു ഡെന്നിസ്. അതായത് ഞാൻ എൻ്റെ ആ 35 വർഷത്തെ ഒരു സൗഹൃദ ബന്ധത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും ഇങ്ങനെ ആരോടും ക്ഷോഭിച്ചു കണ്ടിട്ടില്ല. മോശമായ ഒരു വാക്ക് അദ്ദേഹത്തിൽ നിന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. മിതഭാഷിയായിരുന്നു. ഞങ്ങൾ ആ സമയം മുതൽ ഒരു 35 വർഷക്കാലം പടമില്ലെങ്കിൽ പോലും നിരന്തരം ഫോണിൽ സംസാരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഏറെയും സംസാരിച്ചിരുന്നത് ഇംഗ്ലീഷ് നോവൽസിനെ പറ്റിയിട്ടൊക്കെയാണ്. ഞാൻ അദ്ദേഹത്തിന് പല നോവൽസും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് സിനിമയാക്കാൻ പറ്റുമെന്ന് നോക്ക് എന്ന് പറഞ്ഞ് അദ്ദേഹം ചില സമയത്ത്, നമ്മൾ ഈ കേരളം പോലെയല്ല, ഈ ബോംബെയിലും ഡൽഹിയിലും ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ മുക്കിന് ബുക്ക് സ്റ്റോൾസ് ഉണ്ടാവും. അപ്പോൾ ഇടയ്ക്ക് ഡെന്നിസ് പറയും, നമുക്കൊന്ന് നടന്നിട്ട് വരാം, ഇവിടെ എവിടെയെങ്കിലും ബുക്ക് സ്റ്റോൾ ഉണ്ടോ എന്ന് നോക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോവും. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഡെന്നിസ് എന്നോട് പറയും, നിങ്ങൾ പറഞ്ഞ ഏതെങ്കിലും നോവൽ ഇവിടെ ഉണ്ടോ? അങ്ങനെ ഇപ്പൊ ദേവേട്ടൻ നേരത്തെ പറഞ്ഞു സിഗരറ്റ് വലിച്ച് വളരെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരാളാണ് ഡെന്നിസ് സാർ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഈ മിതഭാഷിയായ ഒരാൾക്ക് എൻ്റെ ഒരു അറിവിൽ ഈ സൗഹൃദ സദസ്സുകളും സൗഹൃദ സംഘങ്ങളും താരതമ്യേന കുറവായിരിക്കും. തീരെ ഇല്ല എന്നല്ല, താരതമ്യേന കുറവായിരിക്കും. നിങ്ങൾ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് എന്ത് വിഷയങ്ങളായിരിക്കും ഇത്രയും? ഈ പുസ്തകങ്ങളല്ലാതെ പുസ്തകങ്ങളല്ലാണ്ട് ഞങ്ങൾ ചിലപ്പം ആയുർവേദത്തെ പറ്റിയിട്ടായിരിക്കും പറയുക. കാരണം ഡെന്നിസിൻ്റെ കുടുംബത്തിൽ വളരെ പ്രശസ്തനായ ഒരു വൈദ്യരുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പല കാര്യങ്ങളും സിനിമയെ പറ്റിയിട്ടും പിന്നെ പൊതുവായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പറയും. എല്ലാം നമുക്ക് തുറന്നു പറയാൻ പറ്റില്ല.